അശ്വതി. ശനിയും ചൊവ്വയും 11-ാം ഭാവത്തിൽ തുടരുകയാൽ ചെയ്യുന്ന തൊഴിലിൽ നിന്നും നേട്ടവും സ്ഥാനോന്നതിയും സാമ്പത്തികമായ പുഷ്ടിയും പ്രതീക്ഷിക്കാം. നല്ല കാര്യങ്ങൾക്കായി ചെലവുണ്ടാവും. നല്ല കാര്യങ്ങൾക്കുള്ള ചിലവുകൾ സന്തോഷത്തോടെ ചെയ്യുക. ചിലവ് ചെയ്തതിൻ്റെ ഇരട്ടി വന്നു ചേരും. പ്രിയജനങ്ങൾക്കൊപ്പം ഉല്ലാസയാത്രകൾ നടത്തുന്നതാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ശത്രുതയിലുള്ളവർ പിണക്കം മാറ്റാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രണയ സാഫല്യമുണ്ടാവും. വിവാഹ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയും. 12-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുകയാൽ ശാരീരികമായ ആയാസം അനുഭവപ്പെടുന്നതാണ്. കാര്യങ്ങൾ വരുതിയിലല്ലെന്ന തോന്നൽ ശക്തമാവും. പല കാര്യങ്ങളും നിർവഹിക്കുന്നതിന് പതിവിൽ കൂടുതൽ സമയം വേണ്ടിവരുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനം ശത്രുതയ്ക്ക് വഴിയൊരുക്കിയേക്കും. ജനസമ്മതി കുറഞ്ഞതായി മനസ്സിലാവുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. ഭരണി. ഗ്രഹങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ഗുണവും ദോഷവും സമ്മിശ്രമായി അനുഭവത്തിലെത്തും. മനസ്സിലെ മൃദുഭാവങ്ങൾ നഷ്ടപ്പെടാം. പരുക്കൻ മട്ടും പ്രതികാര ചിന്തയും ഉണ്ടാവും. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യസാധ്യം മന്ദഗതിയിലാവും. പാദങ്ങൾക്ക് മുറിവ്, യാത്രാക്ലേശം, രോഗങ്ങൾ, നാടുവിട്ടു നിൽക്കൽ ഇവ ഉണ്ടാവാനിടയുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ കുറയുന്നതായി തോന്നിയേക്കാം. എന്നാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കാനാവും. സഹോദരരുടെയും വൃദ്ധജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കാം. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാവുന്നതാണ്. പഴയ സുഹൃത്തുക്കളെ കാണാൻ അവസരമുണ്ടാവുന്നതാണ്. ഇലക്ട്രോണിക് വസ്തുക്കൾ, ശീതീകരണ ഉപകരണങ്ങൾ ഇവ വാങ്ങുന്നതിന് ചിലവുണ്ടാവുന്നതാണ്. പാരമ്പര്യ സ്വത്തിന്മേൽ അവകാശം സിദ്ധിക്കും. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ഔഷധ സേവ അവസാനിപ്പിക്കുവാൻ സാധിക്കും. കാർത്തിക. മേടക്കൂറിലും ഇടവക്കൂറിലുമായി വരുന്ന നക്ഷത്രമാണ് കാർത്തിക എന്നതിനാൽ സമ്മിശ്രമായ അനുഭവമാവും ഉണ്ടാവുക. ഗുണാനുഭവങ്ങളിൽ മുന്നോട്ട് നിൽക്കുക സ്വന്തം കഴിവിലുള്ള മുഴുവൻ വിശ്വാസമാണ്. വ്യാപാരികൾക്ക് പുതിയ ഏജൻസികളിലൂടെ നേട്ടമുണ്ടാക്കാനാവും. കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കാനാവും. കടബാധ്യത പരിഹരിക്കാനുള്ള ശ്രമം ഭാഗികമായി വിജയിക്കും. പല ദൗത്യങ്ങളും ഏറ്റെടുക്കും. എന്നാൽ പൂർത്തിയാക്കാൻ കഴിയുക ഒന്നോ രണ്ടോ കാര്യങ്ങളാവും. വിദേശയാത്രകൾക്ക് സർക്കാർ അനുമതി ലഭിക്കുന്നതാണ്. വിരുന്നുകളിൽ പങ്കെടുക്കാനാവും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാൻ സന്ദർഭം വന്നെത്തും. സ്ത്രീകളുടെ പിന്തുണ, സാമ്പത്തിക സഹായം എന്നിവ പ്രതീക്ഷിക്കാം. സുഖഭോഗ വസ്തുക്കൾ പാരിതോഷികമായി കൈവരുന്നതാണ്. വ്യർത്ഥമായ യാത്രകൾ മനക്ലേശത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കും. പിതാവുമായി അകൽച്ചയോ ആശയഭിന്നതയോ ഉണ്ടാവുന്നതാണ്. ചികിത്സാ ചിലവുകൾ ഉയരുന്നത് വിഷമിപ്പിച്ചേക്കാം. രോഹിണി. മാസത്തിന്റെ ആദ്യ പകുതിക്കാവും ഗുണാധിക്യം. മുൻപ് പലവട്ടം ശ്രമിച്ചിട്ടും വിജയിക്കാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനാവും. ഔദ്യോഗിക രംഗത്ത് സൽപ്പേരുണ്ടാവും. സാമൂഹികമായ ബഹുമാന്യത വർദ്ധിക്കുന്നതാണ്. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ സന്ദർഭമുണ്ടാവും. പരീക്ഷ, മത്സരം, അഭിമുഖം തുടങ്ങിയവയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാവും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റമോ വേതന വർധനവോ പ്രതീക്ഷിക്കാം. പിതാവിന്റെ രോഗകാര്യത്തിലെ ആശങ്ക ഒഴിയുന്നതാണ്. പാരമ്പര്യ സ്വത്തിന്മേൽ അവകാശം സിദ്ധിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ജാഗ്രത വേണ്ടതുണ്ട്. പിണങ്ങി നിന്ന ബന്ധുക്കൾ അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുന്നതാണ്. 15-നു ശേഷം മനസ്സ് അല്പം ഉദാസീനമായേക്കും. ചിലവ് കൂടി വരും. യാത്രകൾ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായേക്കില്ല. പിതാവിന്റെ അപ്രിയത്തിന് പാത്രമാകുന്നതാണ്. രാഷ്ട്രീയ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. അഭിമാനഭംഗം വരാം. മകീരം. ഇടവം, മിഥുനം എന്നീ കൂറുകളിലായി വരുന്ന നക്ഷത്രമാണ് മകീരം. ഇടവക്കൂറുകാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയാവും നേട്ടങ്ങൾ കൂടുതൽ. മിഥുനക്കൂറുകാർക്ക് 2-ാം പകുതിയാവും മികവുറ്റത്. അനുകൂലമായ ഫലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥാനോന്നതിയും ഉൾപ്പെടുന്നതാണ്. തൊഴിൽ രംഗം പതിയെ പുഷ്ടിപ്പെടാൻ തുടങ്ങും. വായ്പകളുടെ തിരിച്ചടവ് സാധ്യമാവുന്നതാണ്. വസ്തുതർക്കങ്ങൾ ഒരു സാധ്യതയാണ്. ചിലപ്പോൾ അത് അയൽത്തർക്കമായി മാറാം. വാഹനത്തിന്റെ അറ്റകുറ്റത്തിന് പ്രതീക്ഷിച്ചതിലും ചിലവുണ്ടായേക്കും. പൊതുസംരംഭങ്ങൾ ബലാരിഷ്ട പിന്നിടും. പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച വ്യവഹാരം നേട്ടത്തിൽ കലാശിക്കുന്നതാണ്. പ്രതികൂലതകളിൽ മുഖ്യം സാമ്പത്തികമായ അസ്ഥിരത്വം തന്നെയാണ്. ചില രഹസ്യങ്ങൾ പരസ്യമായേക്കും. അതിനാൽ അല്പം അഭിമാനക്ഷയം വരാം. വിവാഹ തീരുമാനം അവസാന നിമിഷം തടസ്സപ്പെടാം. ഹൃദയ ശിരോരോഗങ്ങൾ വ്യാകുലപ്പെടുത്താം. വാഗ്ദാനങ്ങൾ പാലിക്കാനാവാത്തത് അവഹേളനങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. തിരുവാതിര. കർമ്മരംഗം പൊതുവെ ഉന്മേഷകരവും ഗുണകരവുമാവും. ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ അവ എത്ര ദുഷ്കരമാണെങ്കിലും ഭംഗിയായി നിറവേറ്റുന്നതായിരിക്കും. വലിയ പദവി, വേതനവർധന എന്നിവ പ്രതീക്ഷിക്കുന്നവർക്ക് ഇച്ഛാഭംഗം ഉണ്ടാവില്ല. വ്യാപാര രംഗത്തെ ശുഷ്കത നീങ്ങുന്നതാണ്. ശുക്രൻ ഉച്ചസ്ഥിതിയിൽ വരികയാൽ ഭൗതികമായ പുരോഗതി, ആഡംബര ജീവിതം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. 2-ാം പകുതിയിൽ ക്ഷേമവും സൗഖ്യവും അധികരിക്കുന്നതാണ്. എതിർക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി നടക്കാനാവും. വില കൂടിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങിയേക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ
അനുമതി പത്രങ്ങൾ ഇവ കൈവശമെത്തും. ഗാർഹിക ജീവിതത്തിൽ അല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്ന് വരാം. വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അലംഭാവമരുത്. കച്ചവടത്തിൽ ലാഭം കുറയും. വായ്പയ്ക്കുള്ള ശ്രമം നീളുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ ശത്രുക്കളെ സമ്പാദിച്ചേക്കും. അധിക വരുമാനത്തിന് വഴി തേടുന്നതാണ്. പുണർദം. അയവില്ലാത്ത നിലപാടുകൾ കൈക്കൊള്ളുന്നത് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. മകന്റെ താൽപ്പര്യങ്ങൾക്ക് ചെവി കൊടുക്കില്ല. പ്രതിബദ്ധങ്ങളിൽ തളരില്ല. വസ്തു വാങ്ങാൻ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം തുടങ്ങാൻ നല്ല രീതിയിൽ പരിശ്രമിക്കും. കുടുംബാന്തരീക്ഷം സമ്മിശ്രമായി തുടരുന്നതാണ്. പരസ്യമായ അഭിപ്രായ പ്രകടനം വീട്ടിലും പുറത്തും ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. മാസത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും. കർമ്മരംഗത്തെ പ്രവർത്തനത്തിന് അംഗീകാരം സിദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് പുതുനിയമനം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായി തീർത്ഥാടനം നടത്തും. പഠനാർത്ഥികൾ പുതിയ കോഴ്സുകളിൽ ചേരുന്നതാണ്. ഗവേഷണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും. ഊഹക്കച്ചവടം, ചിട്ടി, ഇൻഷുറൻസ് ഇവകളിൽ നിന്ന് ആദായം അല്ലെങ്കിൽ വരുമാനം പ്രതീക്ഷിക്കാം. പിതൃബന്ധുക്കളുമായി തർക്കം, വ്യവഹാരം ഇവ സാധ്യതയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുവൻ സമയവും ആബദ്ധരാവുന്നതാണ്. പൂയം. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും. ഇൻഷുറൻസ്, ചിട്ടി, പെൻഷൻ തുക, നിക്ഷേപങ്ങളുടെ പലിശ ഇവ മൂലം സാമ്പത്തിക സ്ഥിതി ഉയരാം. അഷ്ടമത്തിൽ ശനിയും കുജനും തുടരുന്നത് അത്ര അനുകൂലമല്ല. തടസ്സങ്ങൾ തുടർക്കഥയാവും. ചില പ്രൊജക്റ്റുകൾ മാറ്റിവെക്കപ്പെട്ടേക്കും. ശോഭശീലം അധികരിക്കും. ശത്രുക്കളുടെ എണ്ണം പെരുകുന്നതാണ്. മറവി മൂലം വല്ല കുഴപ്പവും വരാനിടയുണ്ട്. 9 ഉച്ചസ്ഥനായ ശുക്രൻ പല ആശ്വാസങ്ങളും അല്പസന്തോഷങ്ങളും പിടിച്ചു നിൽക്കാനുള്ള കരുത്തും പകരും. 9, 10 ഭാവങ്ങളിലെ ആദ്യത്തെ സ്ഥിതി മാസത്തിന്റെ ഉത്തരഭാഗത്തിന് മെച്ചമേകുന്നതാണ്. തൊഴിലിൽ പുരോഗതിയോ ശുഭസൂചനകളോ പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയിൽ നിന്നുമുള്ള പിന്തുണ കരുത്തേകും. തീർത്ഥാടന യോഗമുണ്ട്. ധാർമ്മിക കർമ്മങ്ങളിൽ താൽപ്പര്യമേറാം. സംഘടനകളുടെ നേതൃത്വ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനിടയുണ്ട്. ആയില്യം. വീടുപണിക്ക് തുടക്കമിടാൻ കഴിഞ്ഞേക്കും. 3ാം തലമുറയെ ലാളിക്കാൻ ഭാഗ്യം ഭവിക്കാം. നല്ല കാര്യങ്ങൾക്കായി യാത്രകൾ ഉണ്ടാവുന്നതാണ്. ആലോചനാശൂന്യമായ പ്രവൃത്തികൾ തിരിച്ചടിയുണ്ടാവുന്നതാണ്. അപ്രായോഗികമായ കാര്യങ്ങളുടെ ചുമതല ഏൽക്കേണ്ടി വരും. കടബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ്. ശുഭകാര്യങ്ങൾക്ക് തിരിച്ചടി വരാം. മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹാലോചനയിൽ തീരുമാനം നീണ്ടേക്കും. ഉറപ്പിച്ചിരുന്ന ഭൂമി വ്യാപാരം നീളുന്നതാണ്. വിരുന്നുകൾ, മംഗളകർമ്മങ്ങളിൽ മുഖ്യ പങ്കാളിത്തം, തീർത്ഥാടന യോഗം ഇവ അനുഭവങ്ങളിൽ ചിലതായേക്കും. വിദേശ പഠന അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകൾക്ക് സാധ്യത തെളിയാം. കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത ആവശ്യമാണ്. വീടുപണിക്ക് തുടക്കമിടാൻ കഴിഞ്ഞേക്കും. നക്ഷത്രനാഥനായ ബുധന് 2ാം വാരത്തിൽ വക്രമൗഢ്യാദികൾ ഭവിക്കുന്നതിനാൽ മാനസിക കർമ്മ സങ്കോചങ്ങൾ ഭവിച്ചേക്കാം. മകം. 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലുമെല്ലാം പാപഗ്രഹങ്ങളുള്ള കാലമാണ്. അതിനാൽ സമ്മർദ്ദം തുടരപ്പെടും. ശുക്രന് ഉച്ചം വരുന്നതിനാൽ കുറച്ചൊക്കെ സന്തോഷാനുഭവങ്ങളും ഭോഗസുഖങ്ങളും കൂടി പ്രതീക്ഷിക്കാം. പലവട്ടം ചിന്തിച്ച ശേഷം പ്രധാന കാര്യങ്ങൾ ചെയ്യുകയാവും ഉചിതം. ചിലരുടെ ഉപദേശം നേർവഴി കാട്ടണമെന്നില്ല. കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കാനാവും. കടബാധ്യത പരിഹരിക്കാനുള്ള ശ്രമം ഭാഗികമായി വിജയിക്കും. വില കൂടിയ വസ്തുക്കൾ സ്വന്തമാക്കുകയോ പാരിതോഷികമായി ലഭിക്കുകയോ ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ പിണങ്ങുകയും കുറച്ചു മാത്രം ഇണങ്ങുകയും എന്നത് സാധ്യതയാണ്. ഞാനെന്ന ഭാവം സൗഹൃദത്തിലും വിള്ളൽ വീഴ്ത്താൻ ഇടയുണ്ട്. കൂട്ടുകച്ചവടത്തിൽ പ്രശ്നങ്ങൾ ഉദിക്കാം. 2ാം പകുതിയിൽ ചിങ്ങക്കൂറിന്റെ അധിപനായിട്ടുള്ള ആദിത്യൻ ഉച്ചത്തിൽ വരികയാൽ അനുകൂലമായ ഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ആത്മശക്തി വർദ്ധിക്കും. ജീവിതത്തിന്റെ സ്വാഭാവിക താളം വീണ്ടെടുക്കപ്പെടാം. പൂരം. മാസത്തിലെ 3/4 പങ്കും നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ തുടരുന്നതും 2ാം പകുതിയിൽ കൂറിന്റെ അധിപനായ സൂര്യന് ഉച്ചസ്ഥിതി സംഭവിക്കുന്നതുമാണ് ഈ മാസത്തെ മുഖ്യ ഗുണാനുഭവങ്ങൾക്ക് കാരണമാവുന്നത്. ജീവിത നിലവാരം ഉയരുന്നതാണ്. മുന്തിയ വസ്ത്രാഭരണാദികൾ വാങ്ങാം. സമ്മാനമായി ലഭിക്കാനും ഇടയുണ്ട്. പ്രണയത്തിൽ മുഴുകുന്നതാണ്. പിതാവിന് സ്ഥാനോന്നതി, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി എന്നിവ ഭവിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് ജനകീയ പിന്തുണ ലഭിച്ചേക്കും. ശനിയും ചൊവ്വയും രാഹുവും അനിഷ്ടകാരികളാകയാൽ കബളിപ്പിക്കപ്പെടാം. രഹസ്യ ശത്രുക്കൾ ഉണ്ടാവുന്നതാണ്. രോഗഗ്രസ്തതയ്ക്ക് സാധ്യത കാണുന്നു. വ്യാഴാനുകൂല്യമുള്ള കാലമാകിയാൽ പ്രതിസന്ധികളെ അതിജീവിക്കാനാവും. ഉത്രം. ചൊവ്വയും ശനിയും 6ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ശത്രുക്കളുടെ രഹസ്യവും പരസ്യവുമായ കർമ്മങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കും. അധിക വരുമാനത്തിന് വഴി തേടുന്നതാണ്. ജീവിത പങ്കാളിയുടെ ഉപദേശം ചെവിക്കൊള്ളും. തൊഴിൽ മേഖലയിലെ ഉന്മേഷരാഹിത്യം അവസാനിച്ചേക്കും. ഏജൻസി ഏർപ്പാടുകൾ വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. കച്ചവടത്തിൽ ലാഭം കുറയും. വായ്പയ്ക്കുള്ള ശ്രമം നീളുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ ശത്രുക്കളെ സമ്പാദിച്ചേക്കും. ദിവസവൃത്തിക്കാർക്ക് മുടക്കം കൂടാതെ തൊഴിൽ ചെയ്യാനാവും. കടബാധ്യതകളിൽ നിന്നും താൽക്കാലിക ആശ്വാസമുണ്ടാവും. 7ലെ രാഹുവും ശുക്രനും പ്രണയത്തെ ഏതാണ്ട് ശിഥിലമാക്കിയേക്കും. ദാമ്പത്യത്തിലും സ്വൈര്യം കുറയുന്നതാണ്. അന്യനാട്ടിൽ പഠിപ്പിനോ തൊഴിലിനോ വേണ്ടി പോകാൻ ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങളുണ്ടാവും. പരീക്ഷകളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയണമെന്നില്ല. ആദ്യ പകുതി കന്നിക്കൂറുകാർക്കും 2ാം പകുതി ചിങ്ങക്കൂറുകാർക്കും ഗുണമുഖത്വം ഉള്ളതായിരിക്കും. അത്തം.
സാമ്പത്തികമായി നേട്ടങ്ങൾക്ക് വഴിയുണ്ട്. ഊഹക്കച്ചവടം ആദായമുണ്ടാക്കും. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കാനാവും. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് സഹായമാകുന്ന ചില കോഴ്സുകളിൽ ചേരുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതിനാൽ വിഷമം പിടിച്ച ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹണ സന്ധിയിൽ എത്തിക്കും. ഗൃഹനിർമ്മാണം തുടങ്ങാൻ നല്ല രീതിയിൽ പരിശ്രമിക്കും. കുടുംബാന്തരീക്ഷം സമ്മിശ്രമായി തുടരുന്നതാണ്. പിതൃബന്ധങ്ങളുടെ സഹകരണം കുറയുന്നതായി മനസ്സിലാക്കും. കന്നിക്കൂറിന്റെ ഭാഗ്യാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുകയാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായേക്കും. അഭിമാന നേട്ടങ്ങൾ അനായാസമായി സിദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർ ജനകീയ വിചാരണകളെ നേരിടേണ്ടതായി വരും. കുടുംബജീവിതത്തിൽ സുഖക്കുറവുണ്ടാവും. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാതെ ഭാവനാ ലോകത്ത് മുഴുകുന്നതായിരിക്കും. ചിത്തിര സംഘടനാ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്നതാണ്. ജോലിയിൽ സാമാന്യം സംതൃപ്തി ഉണ്ടാവും. സ്ഥാപനം നടത്തുന്നവർ തൊഴിൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കും. വിജയിക്കാനും ലക്ഷ്യം നേടാനും കഠിന പരിശ്രമമല്ലാതെ മറ്റു കുറുക്കുവഴികൾ ഒന്നുമില്ലെന്ന് ബോധ്യമാവും. കടബാധ്യതകൾ തീർക്കാൻ സമ്മർദ്ദമേറുന്നതാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ലെന്ന തോന്നൽ ശക്തമാവും. സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം. നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് ശനിയോഗം വരികയാൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവുന്നതാണ്. ബുധന്റെ ബലക്ഷയം മൂലം പഠിപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായേക്കില്ല. ബുദ്ധിപരമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ മനസ്സുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിച്ച് കുഴപ്പത്തിലായേക്കും. ജീവിത പങ്കാളിയിൽ നിന്നുമുള്ള പിന്തുണ കരുത്തേക്കും. സാഹിത്യകാരന്മാർക്ക് രചനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതാണ്. അടുക്കള കൃഷിയിൽ വിളവെടുപ്പുണ്ടാവും. ചോതി അധ്വാനം അംഗീകരിക്കപ്പെടും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം സാധ്യതയാണ്. വാടക വീട് ഒഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് മാറും. സ്വത്തുക്കൾ സംബന്ധിച്ച് സഹോദരിയുമായി തർക്കം വരാം. ആഡംബരത്തിനായി ഒരുപാട് ചിലവ് ചെയ്യും. തൊഴിലിടത്തിൽ കുറച്ചൊക്കെ സമാധാനം ഉണ്ടാവുന്നതാണ്. സർക്കാരിൽ നിന്നും ലബ്ധമാകേണ്ട രേഖകൾ കൈവശം വന്നെത്തും. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിനെ നേരിൽ കാണാൻ അവസരമുണ്ടാവുന്നതാണ്. ജാമ്യം നിൽക്കുക, തർക്കത്തിൽ മധ്യസ്ഥം വഹിക്കുക എന്നിവ ദോഷകരമായേക്കും. ആദർശം ഉപേക്ഷിക്കാൻ സന്നദ്ധരാവും. സാങ്കേതിക വിഷയങ്ങൾ, ഭാഷ ഇവ പഠിക്കാനുള്ള സമയം കണ്ടെത്താനാവും. സാങ്കേതിക വിഷയങ്ങൾ, ഭാഷ ഇവ പഠിക്കാനായി സമയം കണ്ടെത്തുവാനാവും. നിർജ്ജലീകരണം, ഭക്ഷ്യവിഷബാധ പോലുള്ളവയ്ക്ക് സാധ്യതയുള്ളതിനാൽ കരുതൽ വേണം. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് പോകാൻ അവസരം ലഭിക്കാം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇണക്കി തീർത്ഥാടനത്തിന് പദ്ധതിയിടും. വിശാഖം ജോലിയിൽ അധിക പരിശ്രമം ആവശ്യമായി വരും. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിക്കും. കരിയർ പുരോഗതിക്ക് നല്ല സമയമാണ്. എന്നാൽ നിങ്ങളുടെ ചിലവുകൾ ശ്രദ്ധിക്കുക. സ്വന്തമായി ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ലാഭം വരും. തൊഴിൽ, ആരോഗ്യം, സാമ്പത്തികം എന്നിവയ്ക്ക് ഈ മാസം അനുകൂലമാണെങ്കിലും വ്യക്തിബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് മെച്ചമുണ്ടാവും. വലിയ മുതൽ മുടക്കോട് കൂടിയ സംരംഭങ്ങൾ ഇപ്പോൾ ആരംഭിക്കരുത്. ഉഷ്ണരോഗങ്ങൾ അലട്ടലുണ്ടാക്കും. പിതാവിന്റെ ഉപദേശം ചെവിക്കൊള്ളില്ല. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ പ്രസംഗിക്കുവാൻ അവസരം കിട്ടുന്നത് പ്രയോജനപ്പെടുത്തും. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതാണ്. തുലാക്കൂറുകാർക്ക് യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാവും. എന്നാൽ കുടുംബകാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായേക്കില്ല. രഹസ്യ നിലപാടുകളും നീക്കങ്ങളും പരസ്യമാകുന്നതിനാൽ മനോവൈക്ലഭ്യം വരാം. മകന്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ വർദ്ധിച്ചേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാവുന്നതാണ്. അനിഴം വസ്തുവോ വീടോ വാങ്ങാനുള്ള തീവ്ര ശ്രമം തുടരും. ഭാര്യ വീട്ടുകാർ സഹായം വാഗ്ദാനം ചെയ്യും. സാമ്പത്തിക മാനേജ്മെന്റ് കഴിവുകൾ കുറഞ്ഞേക്കാം. നിങ്ങളുടെ വാക്കുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം പരുഷമായ പരാമർശങ്ങൾ ബന്ധങ്ങളെ വഷളാക്കും. മാസം മുഴുവൻ ദയയോട് സംസാരിക്കുന്നതും നിഷേധാത്മകത ഒഴിവാക്കുന്നതും നല്ലതാണ്. ജോലി മാറ്റുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേക്കാം. ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുകയാൽ മകളുടെ കലാവാസന അല്ലെങ്കിൽ പഠന മികവ് സന്തോഷമേകും. നിലച്ചുപോയ സ്വന്തം സർഗപ്രവർത്തനം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ അപ്രീതി നേരിടേണ്ടതായി വരും. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ സന്തോഷമുണ്ടാവും. കർമ്മഗുണം പുരസ്കൃതമാവും. സുഹൃത്തുക്കളുമായി ചേർന്ന് ആത്മീയ യാത്രകൾ സംഘടിപ്പിക്കുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സമയം കണ്ടെത്തും. ഗവേഷകർക്ക് പ്രബന്ധ പൂർത്തീകരണം മുഷിപ്പനായി അനുഭവപ്പെട്ടേക്കും. തൃക്കേട്ട സ്വദേശത്തിലെ ഉത്സവാദികളിൽ പങ്കെടുക്കാനായും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മൂലവും നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമം തുടരുന്നതാണ്. നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ ശക്തരാവുകയാൽ മനോവൈഷമ്യമേറും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഊർജം വ്യയം ചെയ്യും. ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും. നിങ്ങൾക്ക് ജോലിയിൽ പോസിറ്റിവിറ്റി അനുഭവപ്പെടുകയും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. സ്ഥാനക്കയറ്റത്തിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ മികച്ച ശമ്പളമുള്ള ജോലി എന്നിവ ലഭിക്കും. നവസംരംഭങ്ങൾക്ക് വലിയ തോതിലുള്ള മുതൽ മുടക്കിന് ഏപ്രിൽ ആദ്യ പകുതി ഗുണമല്ല. എന്നാൽ കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചേക്കും. രണ്ടാം പകുതി കൂടുതൽ പ്രയോജനകരമാവുക. കുറെ നാളായി കാത്തിരുന്ന കാര്യങ്ങൾ നടത്താനാവും. സാമ്പത്തികമായും മെച്ചപ്പെടുന്നതാണ്.
പ്രതിയോഗികളെ പ്രതിരോധിക്കാനാവും. കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റത്താൽ ആശ്വാസം വന്നെത്തും. ആത്മീയ വളർച്ചയ്ക്കും പുരോഗതിക്കും അവസരങ്ങൾ വരും. മൂലം മൂന്നാം ഭാവത്തിൽ ശനി ചൊവ്വ യോഗം ഗുണാനുഭവങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. കാര്യങ്ങൾ ഉടൻ മെച്ചപ്പെടും. ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും. മുതിർന്നവരുടെയും ചെറുപ്പക്കാരുടെയും പിൻബലമുണ്ടാവും. മുൻപ് ശ്രമിച്ചു പരാജയപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ശ്രമിക്കുന്ന പക്ഷം വിജയമുണ്ടാവും. തൊഴിൽ മേഖലയിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഗൃഹനവീകരണം പൂർത്തിയാക്കും. വർക്ക്ഷോപ്പിലായിരുന്ന വാഹനം വീണ്ടും ഉപയോഗയോഗ്യമാക്കുന്നതാണ്. നാലാം ഭാവത്തിലെ രാഹു രവി യോഗം അയൽ തർക്കങ്ങൾക്ക് കാരണമായേക്കും. മാതൃബന്ധുക്കളുമായി നീരസത്തിലാവും. മകന്റെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാവും. സമൂഹ മാധ്യമങ്ങളിലെ നിലപാടുകളും അഭിപ്രായങ്ങളും തർക്കത്തിലേക്ക് നയിക്കാനിടയുണ്ട്. ആരോപണങ്ങൾ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ്. നിങ്ങളുടെ ഭക്ഷണക്രമത്തിലും മൊത്തത്തിലുള്ള ക്ഷേമത്തിലും ശ്രദ്ധ ആവശ്യമാണ്. ആവശ്യമെങ്കിൽ ഏതെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പ്രൊഫഷണൽ ഉപദേശം തേടുക. പൂരാടം നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാൽ സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. ഗാർഹികമായ ക്ലേശങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ എന്നിവ കുറയാം. സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാവാം. വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണം സ്വന്തമാക്കും. മാതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തുടർ ചികിത്സ ലഭ്യമാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യത്തോടെ ചുമതലകൾ നിർവഹിക്കാനാവും. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഗുണകരമായേക്കില്ല. ബിസിനസ്സുകാർക്ക് ഏജൻസികളിൽ നിന്ന് മോശമല്ലാത്ത ധനാഗമം ഉണ്ടാവും. ഭൂമി വിൽപ്പനയിലെ തർക്കങ്ങൾക്ക് താൽക്കാലികമായ വിരാമം ഉണ്ടാവുന്നതാണ്. പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. സാധ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പേപ്പറുകൾ ഒപ്പിടുന്നതിന് മുമ്പ് 2 തവണ പരിശോധിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് നിരാശാജനകമാണ്. ഉത്രാടം രാഹുയോഗവും പിന്നീട് വ്യാഴയോഗവും വരികയാൽ സമ്മർദ്ദങ്ങളെ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നേരിടേണ്ടതായി വരാം. നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ധീരതയും അനുഭവപ്പെടും. എന്നാൽ നിങ്ങളുടെ സാമ്പത്തികം അസ്ഥിരമായേക്കും. നിങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റ് കഴിവുകൾ കുറഞ്ഞേക്കാം. സുഹൃത്തുക്കളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. കാര്യസാധ്യത്തിനായോ ആത്മരക്ഷാർത്ഥമായിട്ടോ കളവ് പറയേണ്ട സ്ഥിതി ഭവിച്ചേക്കും. പഠനത്തിൽ ആലസ്യം അനുഭവപ്പെടുന്നതാണ്. പണമിടപാടുകളിൽ അമളി പിണിയാൻ സാധ്യത കാണുന്നു. കലഹങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്നത് ദുരാരോപണങ്ങൾക്ക് ഇടവരുത്തും. പഴയ വസ്തുക്കൾ, നാണയം, സ്റ്റാമ്പ് മുതലായവ ശേഖരിക്കുന്നതിൽ താല്പര്യമേറുന്നതാണ്. അക്കാര്യത്തിൽ പണച്ചെലവ് ഉണ്ടാവും. നിങ്ങളുടെ ആരോഗ്യം നല്ലതായിരിക്കും. നിങ്ങളുടെ ജ്ഞാനത്താൽ നയിക്കപ്പെടും. വിവാഹബന്ധങ്ങൾ അനുകൂലമായിരിക്കും. എന്നാൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാവാം. ഇൻഷുറൻസ്, ഊഹക്കച്ചവടം ഇത്യാദികളിലൂടെ പണവരവ് പ്രതീക്ഷിക്കാം. തിരുവോണം പ്രവൃത്തി രംഗത്ത് നിലവിലെ സ്ഥിതി തുടരപ്പെടുന്നതാണ്. എന്നാൽ ജോലി ഉപേക്ഷിച്ച് പുതിയത് തേടാൻ സമയം ഉചിതമല്ലെന്ന് ഓർമ്മയിലുണ്ടാവണം. കുടുംബത്തിനുള്ളിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകാമെങ്കിലും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങൾ ഒഴിവാക്കാനാവും. നിങ്ങൾക്ക് ജോലിയിൽ പോസിറ്റിവിറ്റി അനുഭവപ്പെടുകയും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ബിസിനസ് നവീകരണത്തിന് തടസ്സങ്ങളുണ്ടാവും. വായ്പ, ലോൺ ഇവ ലഭിക്കുന്നതിന് കാത്തിരിക്കേണ്ടി വരാം. വ്യക്തിജീവിതത്തിൽ സമ്മർദ്ദങ്ങളും ആശ്വാസങ്ങളും മാറി മറിയുന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ ദൃഢത തെല്ല് പരീക്ഷിക്കപ്പെട്ടേക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അനുരഞ്ജനം കുറയുന്നതാണ്. തീക്ഷ്ണ വാക്കുകൾ പറയേണ്ട സാഹചര്യം സംജാതമാകും. അപ്രിയരായ വ്യക്തികളുടെ സഹായ സഹകരണങ്ങൾ സ്വീകരിച്ചേക്കും. ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. സുഹൃത്തുക്കളുമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അബദ്ധരാവും. സാമ്പത്തിക ആസൂത്രണം മോശമായതിനാൽ സാമ്പത്തികം അസ്ഥിരമായിരിക്കും. അവിട്ടം മകരക്കൂറിൽ ജനിച്ചവർക്ക് ആദ്യ പകുതിയും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് രണ്ടാം പകുതിയും ഗുണകരമാവും. സമൂഹ മധ്യത്തിൽ ആദരവ് ലഭിക്കുന്നതാണ്. സ്വന്തം ആദർശത്തിൽ ഉറച്ചു നിൽക്കും. പദവിയിൽ കയറ്റമോ വേതന വർധനവോ ശക്തമായ സാധ്യതയാണ്. രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് പോരാട്ട വീര്യമുണ്ടാവും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. പാപഗ്രഹങ്ങൾ ജന്മരാശിയിലുള്ളതിനാൽ തടസ്സമുണ്ടാവും. വീണ്ടും ശ്രമിച്ചാലാണ് പല കാര്യങ്ങളിലും വിജയിക്കാനാവുക. എതിരാളികൾ ദുരാരോപണങ്ങൾ ഉയർത്താനിടയുണ്ട്. സഹോദരരുടെ പിന്തുണ കിട്ടിയേക്കില്ല. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു. പൊതു സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ശ്രമകരമാവും. സ്ത്രീകളുടെ പ്രോത്സാഹനം വലിയ തോതിൽ കൈവരുന്നതാണ്. പ്രൊഫഷണൽ പഠനത്തിനായുള്ള പരിശീലനത്തിൽ പങ്കുചേരാനാവും. സ്വന്തം ബന്ധങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ശ്രദ്ധാപൂർവമാവണം. ചതയം പാപഗ്രഹങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ ലക്ഷ്യപ്രാപ്തി ദുഷ്കരമാവും. സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ നിർവഹിക്കും. സ്വന്തം മനസ്സിലെ വൈരുദ്ധ്യങ്ങളെ ഏകോപിപ്പിക്കേണ്ട സ്ഥിതി വരുന്നതാണ്. ഇച്ഛാശക്തിയും ദുർബലമായേക്കും. ഉദ്യോഗസ്ഥർക്ക് ദുർഘട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സ്ഥിതി വന്നുചേരും. കുടുംബാംഗങ്ങളുടെ പിന്തുണ കുറയുന്നതാണ്. സാമ്പത്തിക നില സാധാരണമായി തുടരും. അത്യാവശ്യങ്ങൾക്ക് മുടക്കമുണ്ടാവില്ല. തൊഴിൽ തേടുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ മെച്ചപ്പെട്ട കാലമാവും. പ്രസംഗം, കാവ്യരചന, ചിത്രകല എന്നിവയിൽ കഴിവ് തെളിയിക്കാൻ അവസരം സിദ്ധിക്കും. പ്രണയം വിജയിക്കുന്നതാണ്. പരീക്ഷ എഴുതുന്നവർക്ക് സംതൃപ്തി ഉണ്ടാവും. ജീവിത പങ്കാളിയുടെ പിന്തുണ ശക്തിയേകും.
ആദ്യവാരത്തിൽ തന്നെ കഴിഞ്ഞ കുറേ മാസമായി ചതയത്തിൽ തുടരുന്ന ജന്മശനി അവിടെ നിന്നും അടുത്ത നക്ഷത്രത്തിലേക്ക് മാറുന്നത് ശുഭസൂചനയാണ്. പ്രതിബദ്ധങ്ങളെ മറികടന്ന് സുസ്ഥിതിയിലെത്താൻ കഴിഞ്ഞേക്കും. പൂരൂരുട്ടാതി. ശനി ചതയം നക്ഷത്രത്തിൽ നിന്നും പൂരൂരുട്ടാതിയിലേക്ക് സംക്രമിക്കുന്നു. അനാവശ്യ കാര്യങ്ങളിൽ തലയിടാൻ പ്രേരണയുണ്ടാവും. ജീവിതത്തിന്റെ ഗതി അല്പമൊന്ന് പതുക്കെയാവുന്നതായി അനുഭവപ്പെടാം. നിലപാടുകൾ എടുക്കുന്നതിൽ ക്ലേശിച്ചേക്കും. കർമ്മരംഗത്ത് വലിയ തിരിച്ചടികളൊന്നും ഉണ്ടായേക്കില്ല. എന്നാൽ നിലവിലെ തൊഴിൽ കളഞ്ഞ് പുതിയ തൊഴിൽ തേടുന്നത് ആശ്വാസമാവില്ല. സമൂഹ മാധ്യമങ്ങളിലെ പങ്കിടലുകളും എഴുത്തും പക്ഷം പിടിക്കലും എതിരാളികളെ സൃഷ്ടിച്ചേക്കും. കമ്മീഷൻ ഏജൻസി ഏർപ്പാടുകൾ ലാഭകരമാവുന്നതാണ്. മകളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ഉണ്ടാവുന്നതാണ്. രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഏറെ സമയം ചിലവഴിച്ചേക്കും. പെൻഷൻ സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാനും നടപടി സത്വരമാക്കാനും കഴിയുന്നതാണ്. സ്വന്തം ആദർശത്തിൽ ഉറച്ചു നിൽക്കും. ദാമ്പത്യത്തിൽ സ്വൈര്യം കുറയും. സുഹൃത്തുക്കളുടെ ശക്തമായ സഹകരണം പ്രതീക്ഷിക്കാം. മറ്റൊരു വാടക വീട് കണ്ടെത്തേണ്ടി വരുന്നതാണ്. ഉത്രട്ടാതി. ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാലും രണ്ടാം ഭാവത്തിൽ ഗുരുബുധന്മാർ ഉള്ളതിനാലും ഇടയ്ക്ക് ആഹ്ലാദങ്ങളും നേട്ടങ്ങളും കൂടി വന്നെത്തും. അഭിമാനിക്കാൻ പലതും ഉണ്ടാവും. സംഭാഷണം ആകർഷകമാവും. സദസ്സുകളിൽ കരഘോഷം നേടും. കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ സംജാതമാകും. കുടുംബ ഭദ്രത ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതി അത്ര മോശമാവില്ല. പഠനാർത്ഥികൾക്ക് കാലം അനുകൂലമാണ്. പരീക്ഷകളിൽ നന്നായി ശോഭിക്കാനാവും. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വളരുന്നതാണ്. ജന്മരാശിയിലെ സൂര്യനും രാഹുവും അതുപോലെ തന്നെ 12-ലെ പാപഗ്രഹമായ ശനിയും ചൊവ്വയുമൊക്കെ ജീവിതത്തെ കുറച്ചൊക്കെ ക്ലേശകരമാക്കും. മനോധൈര്യം ചോർന്നു പോകുന്നതായി തോന്നുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രയോജനമല്ലാത്ത യാത്രകൾ ആവർത്തിച്ചേക്കും. പഠന വിഷയമായി ശ്രദ്ധ വേണം. യാത്ര ചെയ്യുമ്പോൾ നല്ല ജാഗ്രത അനിവാര്യമാണ്. സാംക്രമിക രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം. രേവതി. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമാണ്. ജന്മത്തിൽ രാഹുവും സൂര്യനും സഞ്ചരിക്കുകയാൽ പകുതി വരെ അലച്ചിലും മാനസിക പിരിമുറുക്കങ്ങളും വല്ലാതെ കൂടിയേക്കും. അനിഷ്ടസ്ഥിതരായ ശനിയും ചൊവ്വയും കാര്യങ്ങൾ വൈകിപ്പിക്കുന്നതാണ്. തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് അനുഭവം കൊണ്ടറിയാൻ ഇടവരും. എന്തിനെക്കുറിച്ചും മനസ്സിൽ രണ്ടഭിപ്രായം ജനിക്കും. അനായാസം നേടാൻ കഴിയുമെന്ന് കരുതിയ കാര്യങ്ങൾ തടസ്സപ്പെടാം. ശുക്രൻ, വ്യാഴം, ബുധൻ എന്നീ ശുഭഗ്രഹങ്ങൾ സൽഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ജോലിയിൽ വിജയിക്കാനും അധികാരികളുടെ പ്രീതി നേടാനുമാവും. ഊഹക്കച്ചവടം, നിക്ഷേപം, ചിട്ടി, ഇൻഷുറൻസ് തുടങ്ങിയവയിലൂടെ ധനോന്നതി കൈവരിക്കുന്നതാണ്. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും. വിനോദയാത്ര ചെയ്യാൻ തയ്യാറെടുക്കും. വിദ്യാർത്ഥികളുടെ പരീക്ഷാ തയ്യാറെടുപ്പിന് ആവശ്യമായ പ്രോത്സാഹനം അനിവാര്യമാണ്. ദാമ്പത്യത്തിലെ പിണക്കങ്ങൾ ഇണക്കങ്ങളായി മാറും. മകന്റെ അല്ലെങ്കിൽ മകളുടെ ജോലിക്കാര്യത്തിൽ ശുഭവാർത്തയുണ്ടാവും. ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം കാര്യങ്ങൾ അല്പം കൂടി വരുതിയിലായേക്കും.